ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണവിഭവം 9-ാം ദിവസം ഇന്ന് നമ്മൾ നല്ല മസാലക്കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മസാലക്കറിയാണ്. അപ്പോൾ പലർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഈ വെജിറ്റേറിയൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നോൺ വെജ് കഴിക്കുന്ന പോലെയല്ലേ ഈ കറി കഴിക്കുമ്പോൾ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള പട്ടാണിയും ഉരുളക്കിഴങ്ങുമാണ് ഇതിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സവാള, നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഇതൊക്കെ കൂട്ടുകറിയാണല്ലോ, നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനായിട്ട് ചെറിയൊരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പട്ടാണിയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പട്ടാണിയും ഉരുളക്കിഴങ്ങും നേരത്തെ വേവിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കറി ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവാള വഴറ്റിയെടുക്കുകയാണ്. സവാള വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ല നൈസായിട്ട് അരിഞ്ഞു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായി കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും ഇഞ്ചിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പച്ചമണം പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പൗഡറുകളാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണോളം, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണോളം, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. ഗരം മസാലപ്പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ, ചെറിയ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു മസാലയുടെ മണമാണ്. അപ്പോൾ അത് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങ ഉണ്ടല്ലോ, ഞാനൊരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ നല്ലപോലെ വറുത്തിട്ട് അത് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ മസാലകളൊക്കെ ആയതിനു ശേഷം വേവിച്ചെടുത്തിട്ടുള്ള പട്ടാണിയും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി പൊട്ടറ്റും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമായി നോക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡിയാണ്. ഞാൻ മസാല ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഉടഞ്ഞു പോയി, ഓവറായിട്ട് കുക്കായി പോയി. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കടിക്കണം കേട്ടോ. അത് ഓവർ കുക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ മസാലക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും മസാലക്കറി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.